അവൻ നല്ല സ്മാർട്ടാണ്, ആക്റ്റീവാണ്, നല്ല ചുറുചുറുക്കാണ്. ഏത് സിറ്റുവേഷൻ പോയാലും പെട്ടെന്ന് മിങ്കിളാവും, എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കും. കുട്ടികളുടെ ഈ ഓവർ സ്മാർട്ട്നെസ്സിനെ കുറിച്ച് പാരൻസിനുള്ള ഒരു തെറ്റിദ്ധാരണയാണിത്. പലപ്പോഴും ഇതൊരു സ്മാർട്ട്നെസ് ആവണമെന്നില്ല. കുട്ടികളിൽ കാണുന്ന ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആവാം. പലപ്പോഴും ചെറുപ്പത്തിൽ ഇത് തിരിച്ചറിയാതെ ഒരു സ്മാർട്ട്നെസ് ആയിട്ട് വിലയിരുത്തി അവസാനം ജീവിതത്തിൽ വല്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളായിട്ട് ഇത്തരം ഡിസോർഡർ ഫേസ് ചെയ്യുന്ന കുട്ടികൾ മാറാറുണ്ട്. തൻ്റെ ഇത്തരം ഒരു ഡിസോർഡറിനെ കുറിച്ച് ഫഹദ് ഫാസിൽ ഈ അടുത്ത് വെളിപ്പെടുത്തൽ ഉണ്ടായി. അതിനുശേഷം ഒത്തിരി പാരൻസ് തൻ്റെ കുട്ടികൾക്ക് ADHD ഉണ്ടെന്ന് തിരിച്ചറിയുകയും അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഫഹദ് ഫാസിലിൻ്റെ ഈ വാക്കുകളൊന്ന് നമുക്ക് കേൾക്കാം. ഞാനിവിടെ വന്നപ്പോൾ മിസ്റ്റർ സാബിത് ഉമറായിട്ട് അദ്ദേഹമായിട്ടായിരുന്നു ഞാൻ ഫെസിലിറ്റിയൊക്കെ കാണാൻ വേണ്ടി നടന്നിരുന്നത്. പല രീതിയിലുള്ള കണ്ടീഷൻസ് ആണ് ഞങ്ങൾ മേളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, പല രീതിയിലുള്ള ആൾക്കാരെയും പല രീതിയിലുള്ള കുട്ടികളെയും. അപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ADHD എന്ന് പറഞ്ഞ അസുഖം മാറ്റാൻ എളുപ്പമാണോ? അപ്പോ പുള്ളി എന്നോട് പറഞ്ഞു, അത് ചെറുപ്പത്തിൽ ഡയഗ്നൈസ് ചെയ്താൽ ഈസി ആയിട്ട് മാറും എന്ന് പറഞ്ഞു. 41 വയസ്സിലാണ് ഡയഗ്നൈസ് ചെയ്തത്, ഇനി മാറുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ക്ലിനിക്കലി ADHD ഡയഗ്നൈസ്ഡ് ആണ്. ഇത്രത്തോളം ഇല്ലെങ്കിലും ചില രീതിയിലുള്ള ഡിസോർഡേഴ്സ് എനിക്കുണ്ട്.